നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 Peter chapter 1 verse 10 and 11. വളരെ പരിചിതമായ 2 വാക്യങ്ങളാണ്. നമുക്ക് ആ വചനങ്ങളെ വായിച്ച് കേൾക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പം പത്രോസിൻ്റെ ലേഖനം വളരെ ഈടുറ്റ ഒരു ലേഖനമാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് ശുശ്രൂഷയിൽ കർത്താവിന് സ്തോത്രം, കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ കൃപ അനുഭവിച്ച മനുഷ്യനാണ് പത്രോസ് അപ്പോസ്തലൻ. ദൈവത്തിന് സ്തോത്രം. പെന്തിക്കോസ് നാളിൽ മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് 120 പേരുടെ ആത്മനിറവിനകത്തും ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് പത്രോസ് അപ്പോസ്തലൻ. ആ പത്രോസ് അപ്പോസ്തലൻ 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം, 2 പത്രോസിൻ്റെ 2-ാം ലേഖനം. പൊന്തിയാസ്, ഗലാത്യ, കപ്പദോക്യ, ആസിയ, മിഥുന എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് എഴുതിയ ലേഖനങ്ങൾക്കകത്തു നിന്നാണ് അല്പനേരം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ ആ വാക്യം ഒരിക്കൽ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച്, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ 2 കാര്യങ്ങൾ നാം ഉറപ്പുവരുത്തണമെന്നാണ് ലേഖനകർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, നമ്മളെ ദൈവം വിളിച്ചതാണെന്നും നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണെന്നുമുള്ള ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാകണം. സ്തോത്രം. അങ്ങനെ ഉണ്ടായാൽ ഒരു നാളും നിങ്ങൾ ഇടറിപ്പോകത്തില്ല. ഇടറിപ്പോയൊരു മനുഷ്യൻ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുതെന്ന് പറഞ്ഞ് ഇടറിപ്പോകരുത് എന്ന് എഴുതുകയാണ്. കർത്താവിന് സ്തോത്രം. എന്നിട്ട് എഴുതിക്കുക, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾ ധാരാളം പ്രാപിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറയണം. അപ്പം ഈ ലേഖനം പഠിക്കണമെങ്കിൽ ഇത് ആരെഴുതി ആർക്കെഴുതി എന്ന് പഠിച്ചാലേ ഞാൻ ഈ പറയുന്ന ദൂത് നിങ്ങളുടെ ഉള്ളിൽ കയറത്തും. 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. ഈ പത്രോസ് ആർക്കാ എഴുതിയെന്ന് അറിയാം? വിലയേറിയ വിശ്വാസം. അതിൻ്റെ 1-ാം വാക്യത്തിന് ഏറ്റവും ഒടുവിലത്തെ ഭാഗം വായിച്ചു, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പൊ എല്ലാവർക്കും അല്ല, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, വിലയേറിയ വിശ്വാസം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച്. വിശ്വാസം ഉണ്ടോ എന്നൊക്കെ അറിയട്ടെ. എന്താ വിശ്വാസ? എല്ലാവരും ഈ വാക്യമൊക്കെ ഞാൻ കാണാതെ പഠിക്കും. എന്നെ വിശ്വാസ? വിലയേറിയ വിശ്വാസം. അതെ, നമ്മൾ വിലയേറിയ ദൈവദാസൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ വിലയേറിയ വിശ്വാസമൊന്നും അധികം കേട്ടിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ പത്രോസ് എഴുതുക, ആർക്കാ എഴുതുന്നത്? വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. ഇനി അവർക്ക് എന്തുവാ എഴുതിയേക്കുന്നതെന്നൊക്കെ അറിയാമോ? സ്തോത്രം. 4-ാമത്തെ വാക്യം നിങ്ങൾ പഠിച്ചേ. 4-ാമത്തെ വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്. അപ്പൊ വിലയേറിയ വിശ്വാസം പ്രാപിച്ചവരോട് പറയുകയാണ്, ഇനിയും നിങ്ങൾക്ക് 2-ാമതൊരു കാര്യം നടക്കണം. ദിവ്യ സ്വഭാവം നിങ്ങൾക്കുണ്ടാകും. എന്താ സ്വഭാവം? ചില പറഞ്ഞില്ല, എൻ്റെ സ്വഭാവത്തെ എനിക്ക് തന്നെ പിടിക്കാതിരിക്കുക. ദൈവത്തിൽ ചില ആൾക്കാരോട്, ചില ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാകുമ്പം ഭർത്താവിനോട് ഭാര്യയ്ക്ക് ദേഷ്യം വരുമ്പം പറയാൻ പറ്റിയില്ലെങ്കിലും പറയും, അതേ അച്ഛാ ഇപ്പം എന്നോട് മിണ്ടരുത്, കാര്യം എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക. അതിന് പുള്ളിക്കാരനപ്പം മിണ്ടാതിരിക്കുന്നവരാരും പുള്ളിക്കാരത്തിയുടെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിക്ക് ഇതുപോലെ അവസ്ഥ വരുമ്പോൾ എന്തുവാ ചെയ്യുന്നതെന്ന് പുള്ളിക്കാരത്തി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദിവ്യ സ്വഭാവത്തിന് ഈ ബൈബിളിൻ്റെ ഒരു വലിയ പ്രാധാന്യത എന്നാന്ന് ചോദിച്ചാൽ ഈ സ്വഭാവങ്ങളുടെ രൂപീകരണമാണ്. സ്വഭാവങ്ങളുടെ രൂപീകരണം. ചില മൃഗത്തിൻ്റെ വാല് 10 കൊല്ലം PVC പൈപ്പ് ഇട്ടാലും അതെടുക്കുമ്പോൾ എന്തോ ചെയ്യും? വളഞ്ഞു തന്നെ ഇരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, അവർക്കൊരു മാറ്റം വരുന്നില്ല. ചെറുതനം കോട്ടയത്തു നിന്ന് പറിച്ച് എറണാകുളത്ത് കൊണ്ടുവച്ചാലും അത് ചെറുതനം തന്നെയാണ്. ചെറുതനം അറിയത്തില്ലേ? മിണ്ടുന്നില്ലല്ലോ നിങ്ങളാരും.
സ്വഭാവം മാറുന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് ഇപ്പോൾ നാട്ടിൽ അടിയുണ്ടാക്കും, രക്ഷിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ സഭയിൽ അടിയുണ്ടാക്കും. ഒരു മാറ്റവും ഇല്ല. സ്വഭാവം നിങ്ങൾ ചുമ്മാ നിങ്ങളോട് ചിന്തിച്ച് നോക്കണം, നിങ്ങളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം. കർത്താവിന് സ്തോത്രം. അപ്പം നിങ്ങൾ എന്തോ ചെയ്യണം? അതൊന്നും അല്ല, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം. ഈ 5-ാമത്തെ വാക്യം വായിച്ചോ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം. നിങ്ങൾക്ക് ഈ വിലയേറിയ വിശ്വാസം ഉണ്ടായാൽ പോരാ, ഈ വിശ്വാസത്തോട് വീര്യം ഉണ്ടാകണം. ഇങ്ങനെ വീര്യത്തോട് പരിജ്ഞാനം ഇങ്ങനെ ലിസ്റ്റാ. ഇതെല്ലാം പറഞ്ഞേച്ച് പത്രോസ് പറയുക, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും. ഈ ആരാ ഈ പത്രോസ്? ഇടറിപ്പോയപ്പോൾ അവനുണ്ടായ തിക്താനുഭവത്തിൽ നിന്നോണ്ട് പറയുക, നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഇടറിപ്പോകരുത്. ഈ സത്യത്തില് പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടിരുന്നത് തൻ്റെ സഹോദരനായ അന്ത്രയോസാണ്. അന്ത്രയോസും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാണ്. സ്തോത്രം. ഈ നമ്മൾ പ്രസംഗിക്കുന്നതും യേശു പ്രസംഗിക്കുന്നതും യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നതും രണ്ടാണ്. നമ്മൾ പ്രസംഗിക്കുന്ന പോലല്ല യേശു പ്രസംഗിക്കുന്നത്, യേശു പ്രസംഗിക്കുന്ന പോലല്ല യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നത്. യോഹന്നാന്റെ പ്രസംഗം എന്താണെന്നറിയോ? വരാനിരിക്കുന്ന മശിഹായെ വെളിപ്പെടുത്തുന്ന പ്രസംഗം. പുള്ളി പ്രസംഗിച്ചാൽ പറയും, സ്തോത്രം, കോടാലി മരത്തിൻ്റെ ചോട്ടി വെച്ചിരിക്കുക, ഇപ്പം തന്നെ വെട്ടിക്കളയും, സർപ്പത്തിൻ്റെ മോനെ എന്നൊക്കെ കയറി വിളിച്ചു കളയും. അല്ലാതെ സ്തോത്രം, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം, നിങ്ങൾ പാപികളാണെന്നില്ല യോഗത്തിൽ വന്നല്ലോ എന്നൊന്നും അല്ല പറയുന്നു. സർപ്പത്തിൻ്റെ മക്കളെ. പിന്നെ പറയാം വൃക്ഷത്തിൻ്റെ ചോട്ടി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നാലെ ഒരാൾ വരുന്നുണ്ട്, അയാളുടെ കോടാലിയൊന്നുമില്ല, അയാളുടെ മൊറവാ, പാറ്റി നിന്നെ ഉമിണ് വെളി കളഞ്ഞു കളി. സ്തോത്രം. എന്നിട്ട് പറയുക, ഞാനോ കുറയണം, അവനോ. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം പ്രസംഗം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പം, സ്തോത്രം, ശിഷ്യന്മാരെല്ലാം ചുറ്റും നിൽക്കുമ്പം പുറകിൽ കൂടെ, സ്തോത്രം, ഒരു മനുഷ്യൻ നടന്നു വരുന്നു, സുമുഖനായ ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. നടന്നു വരിക. യോഹന്നാന്റെ പ്രസംഗത്തിന്റെ താളം മാറി. പറയുക, ദേ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിവനാ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രസംഗത്തിന്റെ ഭാവവും രൂപമൊക്കെ അങ്ങോട്ട് മാറി. അന്നത്തെ പ്രസംഗം കഴിഞ്ഞ് എല്ലാവരും പോയി. പിറ്റേന്ന് വീണ്ടും പ്രസംഗിക്കാൻ വരിക. അന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിനിടയ്ക്ക്, ഹല്ലേലൂയ, യേശുക്രിസ്തു നടന്നു വരിക. ഹല്ലേലൂയ. അന്നേരം യോഹന്നാന്റെ പ്രസംഗത്തിന്റെ ടോൺ മാറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവനാണ് രക്ഷകൻ അങ്ങോട്ട് വെളിപ്പെടുത്താൻ തുടങ്ങി. പ്രസംഗം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, ആളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ അന്ത്രയോസും യോഹന്നാനും യേശുവിൻ്റെ പുറകെ ചെന്നു. യേശുവിനോട് ചോദിച്ചു. യേശുവിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? പുറകെ ആരെങ്കിലും വരുന്ന കണ്ടാൽ തിരിഞ്ഞ് എന്തുവാന്ന് ചോദിക്കും. നമ്മളാന്ന് അത് ചോദിക്കുകയല്ല. സ്തോത്രം. എന്തോന്ന് ചോദിച്ചവൻ പറഞ്ഞു, നീ എവിടാ താമസിക്കുന്നതെന്ന് ചോദിച്ചു. 5 സ്റ്റാർ ഹോട്ടലാന്ന് വിചാരിച്ച. യേശു പറഞ്ഞു, വന്ന് കാണാൻ പറഞ്ഞു. എന്തോ ചെയ്തു? വന്ന് കാണാൻ. ഒരു മലമുകളിലായിരുന്നു അന്ന് രാത്രിയിലത്തെ താമസം യേശുവിൻ്റെ. ഇവരും അന്ന് രാത്രി ആ മലമുകളിൽ പോയി. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാം. 2 ദിവസത്തെ പ്രസംഗവും 1 രാത്രിയിലെ വിശ്രമവും ഇവരെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി. ഓ ഹല്ലേലൂയ. യേശു ഉള്ളട മലയാണെങ്കിലും അവിടെ സ്വർഗമാ. യാക്കോബിനോട് ചോദിച്ചേ, മരുഭൂമിക്കകത്ത് കാടിനകത്ത് ഒറ്റപ്പെട്ടാലും ഉറങ്ങാൻ കിടന്നാൽ അവിടെ ദർശനം ഇറക്കുന്നവനാ ദൈവം. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇപ്പം ചിലരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് പോരാട്ടം ഉണ്ടോന്നാ ചിലരുടെ പേടി. ഒരു പോരാട്ടത്തെയും പേടിക്കണ്ട, നീ കിടക്കുന്നിടത്ത് ദൈവമുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. പണ്ടൊരു ഉപദേശി, സ്തോത്രം, അവിടെ എങ്ങും താമസിക്കാൻ വീടില്ല. അപ്പം അവിടെ ഒരാളോട് ചോദിച്ചു, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടുമോ? അവരുടെ പറഞ്ഞു, ഇവിടെ ഒരു വീടുണ്ട്, ആരും താമസിക്കാതെ കിടക്കുക ആ വീട്ടിൽ. സ്തോത്രം. ആ വീട്ടിൽ പലരും തൂങ്ങിച്ചത്ത വീടാ. സ്തോത്രം. അതുമാത്രമേ ഉള്ളൂ ഈ ദേശത്ത് കാലിയുള്ള വീട്. ഓണറോട് ചോദിച്ചു, സാറേ ആ വീട് എനിക്ക് താമസിക്കാൻ തരാമോ? പുള്ളി ചോദിച്ചു, ഉപദേശിക്ക് താമസിക്കാനാണോ? പുള്ളി പറഞ്ഞു, എന്നാ ഉപദേശിച്ച് താമസിക്കാമെങ്കിൽ 10,000 രൂപ വെച്ച് ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. ആരും താമസിക്കാതെ കിടക്കുക. അനിപ്പാഷ ഇന്ന് പ്രസംഗിക്കുമ്പോൾ ആ ഉപദേശി അച്ഛൻ്റെ നിന്ന് 10,000 വാച്ച് അവിടെ താമസിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം. അതിൻ്റെ കാരണം ഇല്ല, നീ ചെല്ലുന്നിടത്താ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒരാമയും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ചുരുക്കി അങ്ങോട്ട് പറയാം. കർത്താവിന് 2 ദിവസത്തെ പ്രസംഗവും
ഹമി ആ രാത്രിയിലെ മലമുകളിലെ താമസവും യോഹന്നാനെയും അന്ത്രയോസിനെയും മാറ്റിമറിച്ചു. രാവിലെ യോഹന്നാനും അന്ത്രയോസും കൂടെ നടന്നു വരുമ്പം ഹമി പണിയെല്ലാം കഴിഞ്ഞ് ഷീമോന് ഇങ്ങനെ നിൽക്കുക. ചോദിച്ചു, ചേട്ടാ ഇന്നലെ എവിടെ ആയിരുന്നു? അത് ഇന്നലെ ഞാൻ മശിഹായെ കാണാൻ പോയേക്കുമായിരുന്നു. ആരെയാ? എടാ, കണ്ടവൻ്റെ പ്രത്യേകത കണ്ടെന്ന് പറയണം. നിനക്ക് ധൈര്യമുണ്ടോ നീ മശിഹായെ കണ്ടെന്ന് മറ്റൊരാളോട് പറയാൻ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എടാ, ഞാൻ യേശുവിനെ കണ്ടെന്ന് പറയാൻ ധൈര്യം. ദക്കപ്പള്ളി ദേശം മുഴുവൻ ഒരുത്തൻ നടന്ന് പറയുക ഞാൻ യേശുവിനെ കണ്ടെന്ന്. നിനക്ക് ധൈര്യമുണ്ട് നിന്റെ രക്തബന്ധങ്ങളോട് ഞാൻ യേശുവിനെ കണ്ടെന്ന് പറയാൻ? യേശുവിനെ ഞാൻ ഓ ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് നമുക്കൊന്ന് കയറാം. ദൈവത്തിൻ്റെ സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അവർ പറയുക ഞാൻ യേശുവിനെ കണ്ടു. സ്തോത്രം. യേശുവിൻ്റെ അടുക്കലേക്ക് പത്രോസിനെ കൊണ്ടുപോവാ. പത്രോസിനെ കണ്ടൊരെണ്ണ യേശു പറഞ്ഞു. സ്തോത്രം. എന്നാ പറഞ്ഞെന്നറിയോ? ഹല്ലേലൂയ. ശീമോനെ, ഇന്ന് തൊട്ട് നിന്റെ പേര് കേഫാവെന്ന യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു. നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. ഇന്ന് മുതൽ നിന്റെ പേര് കേഫ എന്നാകും. ശിമോൻ എന്നല്ല, അത് പത്രോസ് എന്നാകുന്നു. കേഫാവെന്നാകുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഈ കർത്താവിനറിയാം ആരുടെയൊക്കെ പേര് മാറ്റിയിടണമെന്ന്. സ്തോത്രം. ഇത് ദൈവം അറിഞ്ഞ് പേര് മാറ്റിയതാ. എന്നാൽ പ്രാർത്ഥിച്ച് പേര് മാറിയുടെ ചരിത്രം വേറെ ഉണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ച് പറയാം, നിന്റെ പേര് ദൈവം മാറ്റിയിടട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവൻ്റെ പേര് മാറ്റി. ഈ ശിമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാങ്ങണേന്ന. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ കഷ്ണമെന്ന. കേട്ടോ, ദൈവത്തിന് സ്തോത്രം. ആദ്യം അവനെ ആരാക്കിയെന്നറിയാം? ഞാങ്ങണയായിരുന്ന അവനെ ആരാക്കി? പാറ കഷ്ണമാക്കി. കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പം അവനെ ആലയത്തിൻ്റെ തൂണാക്കി. പിന്നെ കുറച്ചുകൂടി ചെന്നപ്പോൾ അധികാരത്തിൻ്റെ താക്കോലാക്കി. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഓരോരോ ലെവലിൽ ദൈവം ബ്ലെസ് ചെയ്യും. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നത്തെ പ്രാർത്ഥന നിനക്ക് വിടുതലായി മാറട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇച്ചിരൂടെ വളരെ വേഗത്തിൽ ഈ ദൂത് മുമ്പോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അവൻ്റെ പേര് മാറ്റി. ഹല്ലേലൂയ. എന്നിട്ട് അവൻ അവിടുന്ന് അങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പം ഇവൻ രാത്രി മുഴുവൻ മീനെ പിടിക്കുക. ഒരു മീനെ പോലും കിട്ടിയില്ല. ഈ കർത്താവിൻ്റെ പ്രത്യേകത, ഒരുത്തനെ കണ്ടാൽ അവൻ്റെ പുറകെ പോവും. സ്തോത്രം. രാത്രി മുഴുവൻ മീൻ പിടിച്ചു. എൻ്റെ ചിന്ത പറയുക, ഒരു 10 പ്രാവശ്യം അവൻ വല വീശിക്കാണും. 10 പ്രാവശ്യം ഈ വലയ്ക്കകത്ത് കയറേണ്ട ആയിരക്കണക്കിന് മീൻ വഴിമാറിപ്പോയി. സ്തോത്രം. എന്നാൽ രാവിലെ അവൻ്റെ പടക് തപ്പി കർത്താവ് വരിക. ഞാനിവിടെ നിന്നോണ്ട് നിങ്ങളോടൊരു ദൂത് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എത്ര അകന്നാലും നീ ഇരിക്കുന്നിടത്ത് തേടി വരുന്നവനാ ദൈവം. പത്രോസോടെ വിളി ഉറപ്പ് വരുത്തിക്കോണം. തെരഞ്ഞെടുത്തതാണെന്ന് ഉറപ്പ് വരുത്തിക്കോണം. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഹല്ലേലൂയ. പത്രോസിന്റെ പടക് തപ്പി കർത്താവ് എന്നാ വള്ളത്തെ കയറി. വള്ളത്തെ കയറി അതേൽ ഇരുന്നേച്ച് പ്രസംഗം തുടങ്ങി. പ്രസംഗം തുടങ്ങിയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടും പ്രസംഗം നിർത്തുന്നില്ല. എന്നാ നിർത്താത്തതെന്നറിയാമോ? കഴിഞ്ഞ 10 പ്രാവശ്യം വീശിയപ്പോഴും അല്ല 20 പ്രാവശ്യം വീശിയപ്പോഴും അകന്നു പോയതെല്ലാം ഈ പ്രസംഗം നടക്കുമ്പോൾ കാണാത്ത തലത്തിൽ നിന്ന് കാണുന്ന തലത്തിലെത്തണം. ദൈവം നിനക്ക് വേണ്ടി മിണ്ടാതിരിക്കുന്നത് മറന്നതല്ല, നിന്റെ നന്മകളെ ദൂരെ ഓടിക്കുന്ന ചില ശക്തികളെ യേശുവിൻ്റെ നാമത്തില് ഞാൻ ചിലരോട് പ്രവചിക്കാം, നിന്റെ വലയിൽ കയറേണ്ടത് നിന്റെ വലയെ തന്നെ കയറണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയും, ആരുടെയൊക്കെയോ നന്മയോടുള്ള പോരാട്ടം ഇന്ന് പൊട്ടാൻ പോവാ. എത്ര അധ്വാനിച്ചിട്ടും റിസൾട്ട് കാണാൻ കഴിയാതെ, യേശു എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാൻ കഴിയാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന ഒരു സന്ദേശം പറയാം. അകന്നു പോയതിനെ ഒക്കെ
ഇന്ന് ദൈവവചനം വലിച്ചടിപ്പിക്കാൻ പോവാ. താങ്ക് യു ലോർഡ്. നിന്റെ അധ്വാനം ഭയങ്കരമാണ്, പക്ഷെ ഒരു റിസൾട്ടും കിട്ടുന്നില്ല. എന്നും നിന്റെ വള്ളത്തിൽ ശൂന്യത, എന്നും നിന്റെ വലയിൽ ശൂന്യത, എന്നും നിന്റെ വീട്ടിൽ ശൂന്യത. ആ സ്ഥിതി മാറ്റാൻ കർത്താവ് റെഡിയാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ദൂത് പറയുക. ചിലരുടെ നന്മയോടൊരു പോരാട്ടമുണ്ട്, അത് ഞാൻ ആത്മാവിൽ കാണുകയാ. നിന്റെ ഉയർച്ചയോടൊരു പോരാട്ടമുണ്ട്, അത് ഞാൻ ആത്മാവിൽ കാണുക. ഇന്ന് പകൽ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ നന്മയോടുള്ള ആ പോരാട്ടം, നിന്റെ ലൈഫിൽ ഇതുവരെ വെളിപ്പെടാത്ത ചില നന്മകൾ, നിങ്ങൾ അല്പം കൂടെ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഈ പ്രസംഗിക്കാൻ എടുത്തേക്കുന്ന വാക്യം ഒന്നാണെങ്കിലും പക്ഷെ ദൂത് വേറെ വഴിക്കൂടാ പോകുന്നു. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയാ, നിന്റെ പടക അനുഭവിക്കേണ്ട നിറവ് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നില്ല, എന്നും ശൂന്യതയാ. പ്രാർത്ഥിച്ചു നീ മടുത്തു, ഉപവസിച്ചു നീ മടുത്തു. എന്നാൽ ദൈവം നിന്നോട് സംസാരിക്കുക, വചനത്തിന് ശ്രദ്ധ കൊടുക്കുക. പത്രോസൻ, നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. നീ ഭൂതത്തെ ശാസിക്കണ്ട, നീ വചനം ശ്രദ്ധിച്ചു കേട്ടോ. നിന്റെ അകത്ത് വിശ്വാസം തലവെക്കാൻ പോവുക. ജീസസ് അവൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടാ ദൂത, വചനം കേൾക്കുമ്പോൾ ആ വള്ളത്തെ ഇരുന്ന് യേശു പ്രസംഗിക്കുക. എപ്പോഴും ഓർക്കണം, നിന്റെ വള്ളം തിരഞ്ഞെടുത്ത് നിന്റെ വള്ളത്തിൽ യേശു ഒരു ശുശ്രൂഷ ചെയ്തെങ്കിൽ അതിൻ്റെ വിടുതൽ നിനക്ക് തന്നെയായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു പെട്ടകം ഒരു വല്യപ്പച്ചൻ്റെ വീട് തപ്പി പോടിയെങ്കിൽ ആ അനുഗ്രഹം ആ അപ്പച്ചന് തന്നെയായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ശീമോനെ, നീ കടലിൽ പോയി ചൂണ്ടയിട്ടാൽ നിന്റെ ചൂണ്ട കൊത്തുന്ന മീൻ്റെ വായ്ക്കകത്തെ ചതുർഭവപ്പണം നിനക്കൊരു അനുഗ്രഹമായിരിക്കും. ഓ ഹല്ലേലൂയ. എവിടൊക്കെയോ ശൂന്യതകൾ മാറുന്ന കാഴ്ച. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളെ തകർത്ത പാരമ്പര്യ ബന്ധനങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ കൃപ 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 ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞ ശൂന്യത ഇന്നത്തെ പ്രാർത്ഥനയിൽ മാറട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ വെറും കൈയോടെ തിരിച്ചു പോകത്തില്ല, നീ വെറും കൈയോടെ തിരിച്ചു പോകത്തില്ല. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ കിടക്കുന്ന ശൂന്യത യേശു ഒന്ന് മാറ്റണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് ഈ മെസ്സേജ് കഴിയുന്നതിന് മുമ്പ് ചിലരോട് പ്രവചിച്ചു പറയാം. ഗ്ലോറി ടു ഗോഡ്. നിന്റെ ശൂന്യത മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും. ആരാലും പരിഹരിക്കാൻ കഴിയാത്ത ആ ശൂന്യത നിന്റെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. രാത്രി മുഴുവൻ മീൻ പിടിച്ചു, ഒരു ചെറിയ മീനെ പോലും കിട്ടിയില്ല. ഞാനൊരു കാര്യം പറയാം, ദൈവം തന്നില്ലെങ്കിൽ നീ സീറോയാ. ദൈവം തന്നില്ലെങ്കിൽ നീ ശൂന്യനാ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരു ദൂത് പറയാം, തരാതിരിക്കുന്നതും ദൈവമാ, തരുന്നതും ദൈവമാ. ഗ്ലോറി ടു ഗോഡ്. ചിലരോടൊക്കെ എൻ്റെ ദൈവം ഇന്ന് മനസ്സലിയാൻ പോവാ. നിന്റെ പടകിൻ്റെ ശൂന്യത, അതിനകത്ത് നിന്റെ പാർട്ടൂടെ വേണം. ഞാനൊരു ദൂത് പറയാം, വ്യത്യസ്തമായ അളവിലൊരു വിടുതൽ നടക്കാൻ പോവാ. കാണാത്ത തലത്തിൽ നിന്റെ നന്മയെ മറച്ച സകല ഞാൻ ഒരു ആത്മീക ദൂതൂടെ പറയാം. ഇത് ചിലരോടുള്ള പ്രവചന. ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിൽ കൈക്കൊള്ളണം. ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളോട് സംസാരിക്കുക. ആരുടെയും ലൈഫിൽ മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു കാര്യം നിന്റെ ലൈഫിൽ ഇന്ന് നടത്തിത്തരാൻ എൻ്റെ ദൈവം പ്ലാൻ ചെയ്യുക. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. അതിനകത്ത് നിന്റെ പങ്കുണ്ട്. നിന്നെ കൊണ്ട് ചിലത് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുക. ആ ശൂന്യതയൊന്ന് മാറാൻ പോവുക. നിന്റെ പടക് നിറയാൻ സമയമായി. ശ്രദ്ധിച്ചേ, ശീമോൻ്റെ നിങ്ങൾക്കറിയാം, വല ഇറക്കി. കഴിഞ്ഞ
5 പ്രാവശ്യമല്ല 10 പ്രാവശ്യം വീശിയപ്പോൾ അകന്നു പോയ സകല മത്സ്യവും ആ വലയ്ക്കകത്ത് കയറി. വലയ്ക്കകത്ത് കയറിയത് മാത്രമല്ല, പടക് നിറഞ്ഞു. ഇപ്പൊ കർത്താവ് പറയാം, അടുത്ത വെളി, ഇന്ന് തൊട്ട് നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആവും. അതിന്റെ കാരണം എന്നാ? അവനൊരു വാക്ക് പറഞ്ഞു, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ പിടിച്ചു, ഒന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിന്. ദൈവത്തിന് ആവശ്യം ദൈവത്തിൻ്റെ വാക്കിന് ചലിക്കുന്നവരെയാ. നീ ദൈവത്തിൻ്റെ വാക്കിന് ചലിച്ചാൽ നീ ഏതു സ്ഥലത്ത് പരാജയപ്പെട്ടോ അതേ സ്ഥലത്ത് നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലായോ? നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലായോ? ഏത് സ്ഥലത്തു നീ പരാജയപ്പെട്ടോ അതേ സ്ഥലത്ത്, അതേ പടകിൽ. സാരഭത്തിലെ വിധവയോട് ചോദ്യര്, ഏതു വീടിനകത്ത് നീ മരണം കണ്ടു പാർത്തു അതേ വീട്ടിൽ നീ ഒത്തിരി പേർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നീ ജീവനോടെ വസിക്കും. പ്രവാചീശന്റെ ഭാര്യയോട് ചോദ്യം, ഏതു വീട്ടിൽ കടക്കാർ വന്ന് കയറിയോ അതേ വീടിനകത്തു തന്നെ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വർധനവ് തന്ന് നിന്റെ വീട് ദേശത്ത് അടയാളമാക്കാൻ എൻ്റെ ഇത് ദൈവത്തിനേ കഴിയൂ. ഞാൻ പ്രസംഗിക്കുന്നതൊക്കെ എനിക്ക് കഴിയുന്ന കാര്യമല്ല, ദൈവത്തിന് കഴിയുന്ന കാര്യമാണ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. നീ തോറ്റ ഫീൽഡിൽ തന്നെ നിന്നെ ദൈവം അഭ്യസിപ്പിച്ചിറക്കാൻ പോവാ. വിശ്വാസമുണ്ട്. ഏത് വീട്ടിൽ തോറ്റോ, ഏത് ബിസിനസ്സിൽ തോറ്റോ, ഏത് കുടുംബത്തിൽ നീ തോറ്റോ, അവിടെ തന്നെ കൃപ. ചിലരുടെ ലൈഫിനോട് പോരാടുന്ന ചില പോരാട്ടങ്ങൾ ഇന്ന് ചിലരെ വിട്ട് മാറാൻ പോവാ. ഒരിക്കലും വിടുതൽ കിട്ടത്തില്ലെന്ന് നീ പോലും പറഞ്ഞ വിഷയത്തിന് ഇന്ന് ദൈവത്തിൻ്റെ കൈ, കൃപ വ്യാപരിക്കട്ടെ. നിന്റെ വിടുതലിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. വ്യത്യസ്തമായൊരു നിറവ് എനിക്ക് ആത്മാവിൽ ലഭിക്കുന്നൊരു ബോധ്യം പറയാം. നിനക്ക് വേണ്ടി ചെയ്യാൻ, ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിന്റെ ലൈഫിൽ ഇറങ്ങി നടക്കാൻ പോവാ. നിനക്കത് ഫീലാകും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്ന ഉരുട്ടി മാറ്റുന്ന പോലെ ചിലതൊക്കെ നിന്റെ ലൈഫിൽ നിന്ന് ഉരുട്ടി വർഷങ്ങളായി നീ കെട്ടപ്പെട്ട് കിടക്കുക, ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഇന്ന് നിന്റെ ബന്ധനം അഴിക്കും ദൈവം. നീ കാണാത്ത ആഴത്തിൽ നിന്റെ നിറവിനെതിരെ ആര് പോരാടിയോ അതിനെ ദൈവം. ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച പറയാം. ഗ്ലോറി. നിന്റെ കണ്ണുകൾക്ക് കാണാത്ത തലത്തിൽ നിന്റെ നന്മയെ അടച്ചു വെച്ചിരിക്കുക. ലോർഡ്, നീ ഇന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്ക് പിമ്പിലും ചില കറുത്ത കൈകളാ. എന്നാൽ നിന്റെ കാര്യത്തിൽ ദൈവം ഈ ദിവസങ്ങളിൽ ശബ്ദിക്കും. നിന്റെ കാര്യത്തിൽ മാത്രം ശബ്ദിക്കും. ആ ശബ്ദിക്കുന്ന എന്തിനാണെന്നറിയാമോ? ആ വാക്ക് മതി നിനക്ക് വിടുതലാകാൻ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാം വാക്യത്തിൽ പൗലോസ് ഒരു കാര്യം വെളിപ്പെടുത്തുക. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അവൻ ആരെയാ വിളിച്ചേ? മുൻ നിയമിച്ചവരെ. വിളിച്ചത് കഴിഞ്ഞ മാസമാണേലും നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് നിന്നെ ദൈവം മുൻ നിയമിച്ചതാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം വിളിക്കുന്നത് എങ്ങനെയാന്ന് ബൈബിൾ ഭാഷയിലോട്ട് നമുക്കൊന്ന് കയറാം. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് യെശയ്യാ പ്രവചനം, സ്തോത്രം, 51-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്.
ദൈവം അബ്രഹാമിനെ ഏകനായി വിളിച്ചു. എങ്ങനെയാ വിളിച്ചേ? ഒറ്റയ്ക്ക്. ചില വീട്ടിൽ കണ്ടിട്ടില്ലയോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോകേണ്ടതായ സാഹചര്യം ഉണ്ടായി. അവിടെ ചെന്നപ്പം ഈ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവരെനിക്ക് നല്ല കാപ്പി സ്നാക്സും ഒക്കെ തന്നു. അത് ഡൈനിങ് ടേബിളിലാണ് എടുത്തു വെച്ചിട്ട് എന്നെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ കാപ്പി കുടിക്കാൻ വിളിച്ചു. അങ്ങനെ ഞാൻ കാപ്പി കുടിക്കാനായിട്ട് അവിടെ ചെന്നപ്പം ഡൈനിങ് ടേബിളിനോട് ചേർന്ന അവരുടെ ഷോക്കേസിന്റെ താഴെ വിസ്കിയുടെയും ബ്രാൻഡിയുടെയും കുപ്പികളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചേക്കും. ഷോക്കേസ് വെച്ചേക്കുമല്ല, താഴെ. കാരണം ആവശ്യമുള്ളവർ തേടി തടിക്കുക, അവന് വെച്ചേക്കുക. ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഇതേ നോക്കുന്നേ കണ്ടപ്പോ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ മാത്രമേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടെ. ഇവളും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഈ മോളും രക്ഷിക്കപ്പെട്ടിട്ടില്ല, മോടെ ഭർത്താവും രക്ഷിക്കപ്പെടില്ല, മോനും രക്ഷിക്കപ്പെടില്ല, ഞാനേ ഉള്ളു രക്ഷിക്കപ്പെട്ടെ. ഞാൻ പറഞ്ഞ അച്ഛാ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇവരൊക്കെ 2 എണ്ണം വീശുന്നവന്മാരാ. ഇവരൊക്കെ 2 എണ്ണം. പക്ഷെ ആ പുള്ളി പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ടതാ. എവിടെ വെച്ചാ? സൗദി വെച്ച് രക്ഷിക്കപ്പെട്ടതാ. ഓ ഹല്ലേലൂയ. പക്ഷേ ഇവർ ഈ എല്ലാവരും ഇച്ചിരി അടിക്കുകയിലും പ്രാർത്ഥിക്കാനൊക്കെ എല്ലാവരും നിൽക്കും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, പെണങ്ങല്ലേ കാര്യത്തിലോട്ട് വരിക. അപ്പം ഞാൻ ഈ പ്രാർത്ഥിച്ചപ്പം ഈ അച്ഛനോടൊരു പ്രവചനം പറഞ്ഞു. ഈ അച്ഛനോട്, ഈ വീട്ടിലെ അച്ഛനോട്. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് നിർത്തിയപ്പം മോള് ചോദിച്ചു, ഞങ്ങളോടൊന്നും പറയാനില്ലയോ? അപ്പൊ ഇവർ അടിക്കുകയിലും പ്രവചനം, അടിക്കുകയിലും ഇവർക്ക് പ്രവചനം കേൾക്കണം. എഴുന്നേറ്റ് പോരുത്, ദൂതി വരിക. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളാരും രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ? അന്നേരം മോൻ പറയുക, ഇവിടെ വന്നവരെല്ലാം ഞങ്ങളോട് പ്രവചിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം. അപ്പൊ ഞാൻ പറയാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രവചിക്കാൻ തുടങ്ങിയപ്പം മോനോട് പ്രവചിച്ചപ്പം മോൻ്റെ ഭാര്യയും മോളും ഹസ്ബൻഡും പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. കാര്യം അത്ര പ്രവചനമായിരുന്നു മോനോട്. ഞാൻ കണ്ണു തുറന്നപ്പോൾ അച്ഛനും ഉണ്ട്, ഈ മോനും ഉണ്ട്. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുക, ബാക്കിയുള്ളവൻ ചാടി മുറിക്കാത്തത്. കാരണം അവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടു. അതെല്ലാം ഇവർക്കറിയാം. പക്ഷെ ആരും ഗുണപ്പെട്ടില്ല. അന്ന് ആ ചെറുക്കൻ ഗുണപ്പെട്ടു. അവൻ കഴിഞ്ഞ ദിവസം എന്നെ കുവൈറ്റിൽ നിന്ന് വിളിച്ചവൻ പറഞ്ഞു, അബ്ബാസിയായിൽ 3 ദിവസം മുമ്പ് ഞാൻ സ്നാനമേറ്റു. കണ്ടോ? ഞാനിവിടെ എന്താ പറയാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഏകനായി വിളിച്ചു. എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിളിച്ചതാണ്. ഒറ്റയ്ക്ക്. ഞാൻ ഇത്രയും വർഷം പ്രസംഗിച്ചത് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ മക്കളിൽ ആരും ഈ കൃപയിലില്ല. ശ്രദ്ധിച്ചു കേട്ടോ. എന്നാൽ അപ്പൻ്റെ കസിൻസിൽപ്പെട്ട ധാരാളം ആൾക്കാർ, അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ, അനിയൻ്റെ മക്കൾ, ഉപ്പാപ്പൻ്റെ മക്കളും മുഴുവൻ വിശ്വാസത്തില. പക്ഷെ എൻ്റെ സ്വന്തം എന്ന് പറയുന്ന ആരും അവർ വന്നില്ലെന്ന് കരുതി ഞാൻ വിട്ടേച്ചു പോലെ എന്നെയാ വിളിച്ചത്. ഞാൻ നിന്നെ ഉറപ്പിക്കുക, ഒറ്റയ്ക്ക് വിളിച്ചു, ഏകനായി വിളിച്ചു. വിളി എങ്ങനാ? ഏകനായിട്ടാ. ഓ, നിന്റെ വീട്ടിൽ നീ ഒരാൾ മതി. ഏകനായി വിളിച്ചിരിക്കുക. ഇനി എങ്ങനെയാ വിളിച്ചെന്ന് കേട്ടോ? യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 4-ാം വാക്യം, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. എന്തോ വിളിച്ചു? പേര് ചൊല്ലി വിളിച്ചു. സക്കായിയുടെ പേര് മാത്രമൊന്നും അല്ല, ഷൗമേന്റെ പേര് മാത്രമല്ല, നിന്റെ പേര് ആർക്കറിയാം? അടുത്തിരിക്കുന്ന വിളിച്ച്, നിന്റെ പേര് ദൈവത്തിന് അറിയാവുന്ന ചോദിച്ചേ. ആ ചോദിരേ, നിന്റെ പേര് നിന്റെ പേര്. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ബ്രദർ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, 1 മാസം മുമ്പ് ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ, പുള്ളിയുടെ പേര് സാബു എന്നാ,
സാബുവേ 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 ഒരു 25 പ്രാവശ്യം. ഞാൻ ചോദിച്ചു, ഗ്ലോറി, എന്നിട്ട് എന്ത് സംഭവിച്ചു? എനിക്കറിയത്തില്ല, ഇതൊന്നും ദൈവശബ്ദമാണ്. പിറ്റേന്നൊരു യോഗത്തിന് ചെന്നപ്പം പ്രസംഗത്തിനിടയ്ക്കൊന്ന് പുറകിരുന്ന സാബു ആരാ മുമ്പിൽ വരാൻ പറഞ്ഞു. ആ പുതിയ പറയാം, നിന്നെ കഴിഞ്ഞ രാത്രി 25 പ്രാവശ്യം ഞാൻ വിളിച്ചു. സാബു തകർന്നു പോയി അവിടെ. സാബു പറയാം, അങ്ങനൊക്കെ വിളിക്കുമെന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ഷൗമേലിന്റെ പേര് മാത്രമല്ല, സക്കായിയുടെ പേര് മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന സകലരുടെയും പേര് ദൈവത്തിനറിയാം. ഒരാമയും പറയണം. ഈ നമ്മുടെ പേര് ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് എന്നാ ഗമയാണ്. ഒരു മന്ത്രി നമ്മുടെ പരിപാടിക്ക് വന്നെന്നിരിക്കട്ടെ. മന്ത്രി വന്ന് സ്റ്റേജ് വന്ന് മൈക്കെടുത്ത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നമ്മുടെ റോബിൻ ബ്രദർ മുമ്പോട്ട് വന്ന് എൻ്റെ വലത് സൈഡിലിരുന്ന് ഇരിക്കട്ടെ എന്നൊന്ന് പറഞ്ഞാൽ പുള്ളി എന്നാ ജാടയ്ക്കായിരിക്കും എന്നറിയാം വരുന്നേ. എന്നാ കാര്യം? പുള്ളിയുടെ ഗമ, പുള്ളിയുടെ പേര് മന്ത്രിക്കറിയാം. നിങ്ങളെ ശ്രദ്ധിക്കണം. എന്നാൽ നിന്റെ പേര് നാട്ടുകാർക്ക് അറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാവുന്ന. കണ്ടോ ആ പ്രാഗൽഭ്യം? കണ്ടോ? സ്തോത്രം. എങ്ങനെ വിളിച്ചു? നിന്നെ പേർ ചൊല്ലി വിളിച്ചു. ഇനി ആ വാക്യത്തിന് ഒടുവിലുണ്ട്, അവൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചു. എന്തുവാ? ഓ, അപ്പൊ ഏകനായി വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു, ഓമന. നിന്റെ കുടുംബത്തിൽ എടാ, നിന്റെ കുടുംബത്തിൽ എല്ലാവരും യൂട്യൂബ് കാണുന്നവരാ, എല്ലാവരും ഫേസ്ബുക്ക് കാണുന്നവരാ, എല്ലാവരും പോസ്റ്റർ കാണുന്നവരാ. അവരൊന്നും യോഗം തപ്പി വരുന്നില്ലല്ലോ. കാരണം നിന്റെ മേൽ വിളിയുള്ളതുകൊണ്ട് ഇത് കാണുമ്പം നിനക്കറിയാതെ ഒരു ആകർഷണ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ദൈവത്തിന് സ്തോത്രം. ഒരിക്കല് സ്തോത്രം ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയപ്പം പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്നെ വന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സിംഗപ്പൂരിലൊരു ബിസിനസ്സുകാരനാണ്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്തോത്രം ഒരു ബിസിനസ്സിന് ആവശ്യത്തിന് ഇവിടെ വന്ന ഇന്ന് വൈകിട്ട് പോകേണ്ട ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി, നാളെ രാവിലെ ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ദേശത്തെങ്ങനെ യോഗം ഉണ്ടോ എന്ന് തപ്പിയപ്പം ഇവിടെ ഒരു യോഗം ഉണ്ടോയെന്നും അതിൽ നിങ്ങൾ പ്രസംഗിക്കുന്നതെന്നും കേട്ടു. അതുകൊണ്ട് കൂടാൻ വന്ന. നമ്മളൊരു രാത്രി ചെന്ന് ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയ സിനിമാ കോട്ട തപ്പുവോ? പിണങ്ങരുത്. ഇന്ന് വൈകിട്ട് ഏത് ഹോട്ടലെ അടിച്ചു പൊളിച്ച് നല്ല കൊഞ്ചെവിടെ കിട്ടും. അതല്ല തപ്പിയേ. പിടികിട്ടിയോ? ആ കോടീശ്വരനായ മനുഷ്യന്റെ അകത്ത് കിടക്കുന്ന ആവേശം അവന്റെ കോടികളല്ല, അവന്റെ അകത്ത് കിടക്കുന്ന വിളിയാ. ആരും ചെയ്യാത്ത കാര്യം വിളിയുള്ള നീ ചെയ്യണം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ. ദൈവത്തിന്റെ വിളിവിന്റെ മേലുണ്ട്. ഞാനൊരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ സത്യം ഞാൻ പറയുക, അത്രയും പോസ്റ്റർ ഒട്ടിച്ചൊരു യോഗത്തിന് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. കാരണം ഒരു 25 കിലോമീറ്റർ ദൂരേന്നെ ഈ യോഗത്തിന്റെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ആ സ്തോത്രം തോരണങ്ങളും എല്ലാം കാണുക. ഞാനവിടെ ചെന്നപ്പം ഒരു 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 കോടീശ്വരനായ മനുഷ്യനാണ് ആ യോഗം നടത്തുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പറഞ്ഞു, അച്ഛാ ഈ ആരാ ഈ പോസ്റ്റർ അല്ല ഒട്ടിച്ച്? പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ 4 പിള്ളേരുമാണ്, 4 മക്കളും 4 മരുമക്കളും, 8 പേരും അവരുടെ കൊച്ചുമക്കളും ഞങ്ങളും എല്ലാം കൂടെ ചേർന്നാണ് 20,000 പോസ്റ്റർ ഒട്ടിച്ചു. ഓ എടാ, നമ്മൾ വേണേ അടിച്ചു കൊടുക്കും, ഒട്ടിക്കുവോ? ചോദ്യം. ഹല്ലേലൂയ, ദൈവത്തിന് നോട്ടീസ് അടിച്ചു തന്നാൽ വാങ്ങിക്കാൻ തന്നെ പാടാ, പിന്നെ കൊടുക്കോ? പിണങ്ങല്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഈ വിളി എന്ന് പറഞ്ഞ ഭയങ്കര വിളി. നിങ്ങൾക്കറിയോ, കേരളത്തിലെ പല ധനവാന്മാരിൽ ഒരു ധനവാൻ പോകുന്നൊരു ചർച്ചിലെ ബ്രദർ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു. അദ്ദേഹം എന്നോട് ഒന്ന് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലെ ഏറ്റവും വലിയ പൈസക്കാരൻ ഇന്ന ആളാ, പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം അറിയാം.
എന്നിട്ട് പറയാ, പുള്ളിക്കാരൻ ആരാധനയ്ക്ക് വന്നാൽ ഏറ്റവും മുമ്പിൽ മുട്ടുകുത്തി ജീസസ് 70 വയസ്സായിട്ടും മുട്ടുകുത്തി കൈയടിച്ചാണ് ആരാധിക്കുന്നത്. സ്തോത്രം. കല്യാണി ആ യോഗം കഴിഞ്ഞ് 1,00,000 പേര് യോഗത്തിലുണ്ടെങ്കിൽ 1,00,000 പേരുടെ പുള്ളിയുടെ ഫുഡിന്റെ സ്പോൺസർ പുള്ളിയാ. പുള്ളിക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, കോളേജ് ഉണ്ട്, സ്കൂളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന് മുമ്പിൽ വിളി അവൻ മനസ്സിലാക്കുന്നു. ഞാനൊരു കാര്യം നിന്നോട് പറയാം, നിന്റെ മേൽ കിടക്കുന്ന ഏറ്റവും വലിയാണ് ദൈവത്തിന്റെ വിളി. അത് നീ ഉറപ്പുവരുത്തണം. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ആ വിളി ഉറപ്പുവരുത്തണം. മുമ്പിൽ കാണുന്ന പ്രതിസന്ധി കണ്ട് പേടിക്കരുത്. ദൈവം നിന്നെ വിളിച്ചത് ഏകനായിട്ടാ. പേര് ചൊല്ലി വിളിച്ചു. ഓമനെ പേര് ചൊല്ലി വിളിച്ചു. ഇനി ആ വിളി എന്തുവാ? അത് ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 3:1 വായിക്കുമ്പം അതൊരു സ്വർഗീയ വിളിയാ. എന്നാ വിളിയാ? സ്വർഗീയ വിളി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാനുള്ള വിളി. എന്തോ വിളിയാ? നിന്റെ മേൽ കിടക്കുന്ന വിളി എന്നാ വിളിയാ? സ്വർഗീയ വിളി. ഒന്ന് പറഞ്ഞ എന്തോ? ആ വാക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ വിക്ക് വരുന്നുണ്ടല്ലോ. എന്തോ വിളിയാ? പറയുവരെ പറഞ്ഞില്ല. എന്നാ വിളിയാ? ഒന്ന് ഉറക്കെ പറ. എന്റെ മേൽ കിടക്കുന്ന വിളി എന്തുവാ? സ്വർഗീയ വിളിയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ മേലൊരു സ്വർഗീയ വിളിയുണ്ട്. ഫിലിപ്പിയരടുത്ത് പൗലോസ് പറയുന്നത്, നിന്റെ മേലൊരു പരമവിളി അല്ലെങ്കിൽ ഉന്നത വിളി. എന്താ വിളിയാ? മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് ഇതൊരു രാജകീയ വിളിയാണ് കേട്ടോ. എന്തൊക്കെ? സ്വർഗീയ വിളി, ഉന്നത വിളി, രാജകീയ വിളി. അപ്പൊ ഏകനായി വിളിച്ചത്, സ്വർഗീയ വിളി വിളിച്ചത് എന്തോയിനാ? ആ വാക്യം നമുക്കൊന്ന് വായിക്കണം. ഇത് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ദൂത. ഞാൻ നിങ്ങളോട് എന്നെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഭൂമി കൂടിയ ഒരു 80 വയസ്സ് അത് കഴിഞ്ഞ് കിട്ടുന്നവർ വാങ്ങിച്ചു. 80 കൂട്ട. മോശ പോലും അത്രയും പറഞ്ഞില്ല. എന്നാൽ 80, അതിൽ 25 കൊല്ലം പഠിത്തമാണ്. പിന്നത്തെ 25 അതാ നല്ല ജീവിതം 50. പിന്നത്തെ 30 വലിയ കുഴപ്പമില്ല, ഓടിക്കോളൂ. ആകെ ഈ വരുന്ന 40-45 കൊല്ലം മാത്രമുള്ള ഈ ജീവിതം കരഞ്ഞും വിളിച്ചു പോവുകയും നെടുവീർപ്പിട്ടും സങ്കടപ്പെട്ടു ആരോടും മിണ്ടാതെ എന്നെ കരയാൻ വിളിച്ചേക്കുവാന്നൊക്കെയാ ചിലർ പറയുന്നു. എടാ, അങ്ങനെ എന്തിനാ ഒരു ലൈഫ്? കർത്താവ് പറഞ്ഞു കേട്ട്, നിന്റെ ഭാരം എൻ്റെ മേലോട്ടിട്ടേച്ച് നീ ഈ കോട്ടയത്തോടൊന്ന് ഫ്രീ ആയി നടക്ക. നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഭാരം ഒരിക്കലും ആർക്കും കൊടുക്കത്തില്ല. ഇപ്പൊ ദൈവത്തിന് ഭാരം കൂടുവെന്നാ ചിലരുടെ ചിന്ത. അങ്ങനല്ല. എന്തിനാ വിളിച്ചതെന്നുള്ള 4 കാര്യം പറയാനാണ് അതിൻ്റെ പ്രസംഗം. അതിൽ ഒന്നാമത്തെ കാര്യം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലെ ഒടുവിലത്തെ ഭാഗമാ, സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവം എന്തിനാ വിളിച്ചേ? സമാധാനത്തിൽ ജീവിക്കാൻ. വിളി കേട്ടവർ ഓർത്തോണം, കരഞ്ഞുകൊണ്ട് ജീവിക്കാനല്ല, സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഒന്ന് തൊട്ടേച്ച് പറ, സമാധാനത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഭൂമിയിൽ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ച് ധാരാളം പേർക്ക് സമാധാനം പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. ഈ ചിലരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം, അവർക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്തുവാ? സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചേ. സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ എന്തിനായിരുന്നു ഇന്നലെ വൈകിട്ട് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ? കണ്ട വേണ്ടുന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാം. നോക്കിയേ, സമാധാനം നമ്മൾ അനുഭവിച്ച് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ.
ഈ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാ സമാധാനം. ചെല്ലണ്ടില്ലയോ ബ്രദറെ, എന്താ ബ്രദറെ ഇന്ന് പതിവില്ലാതെ യോഗത്തിന് അവിടെ പോയി ഇച്ചിരി സമാധാനം അനുഭവിച്ചിട്ട് പോരാല്ലോ. ഇറങ്ങുമ്പോൾ ഇല്ലേലും ഇരിക്കുമ്പോൾ സമാധാനം ഉണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചിലരുടെയൊക്കെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ നമ്മൾ സമാധാനം അനുഭവിക്കുന്നുണ്ടോ എന്ന് അറിയണേ. ചില വീട്ടിലൊക്കെ നമ്മൾ ചെല്ലണം. ചെല്ലുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന ആ സമാധാനം. സ്തോത്രം, സ്തോത്രം. പണ്ടൊരാൾ പറഞ്ഞു, ഒരു വീട്ടിലെ 4 പിള്ളേർക്ക് മാനസിക രോഗമാണ്. ഒരുത്തൻ ഇച്ചിരി കുറവുണ്ട്, അവൻ ഇന്നലെ വീട് കത്തിച്ചെന്നാ കഥ. കുറവുള്ളവൻ വീട് കത്തിച്ചെങ്കിൽ കുറവില്ലാത്തവൻ്റെ അവസ്ഥ എന്താ? ഓർത്ത് കേൾക്കണം. നിങ്ങളുടെ വീട് സമാധാനമുള്ള ഭവനമാകണം. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എന്തനുഭവിച്ച് ജീവിക്കണം? സമാധാനം. ഞാൻ അവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം, നീ സമാധാനം അനുഭവിച്ച് ജീവിക്കട്ടെ. ദൈവത്തിൻ്റെ സമാധാനം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ദൈവിക സമാധാനം നിന്റെ തലമുറയിൽ ഉണ്ടാകട്ടെ. ആ സമാധാനം അനുഭവിക്കട്ടെ. ചിലരുടെ ഉള്ളു കൊതിക്കുക ഒന്ന് സമാധാനം അനുഭവിക്കാൻ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഈ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഫ്രീ ആവും. ശരിക്കും ഫ്രീ ആവും. ഹല്ലേലൂയ. ദൈവത്തിന് അപ്പോൾ 1 സമാധാനം അനുഭവിക്കാൻ വിളിച്ചു. 2 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. 1 Peter chapter 3 verse 9. ഹല്ലേലൂയ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട്. 2-ാമത്തെ കാര്യം, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിച്ചതാ. അനുഗ്രഹം അനുഭവിക്കേണ്ട ഒരു ആമീൻ നല്ലതായിട്ട് പറയണം. ഈ ഭൂമിയിൽ അനുഗ്രഹം അനുഭവിച്ച് ധാരാളം പേരെ അനുഗ്രഹിച്ചു വേണം നമ്മൾ ജീവിക്കാൻ. എന്തുവാ? ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ച വാക്യം. ദൈവത്തിന് സ്തോത്രം. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. 2 ദൂത. 1 നമ്മൾ അനുഗ്രഹം അനുഭവിക്കണം. 2 നമ്മൾ മറ്റൊരാളെ അനുഗ്രഹിക്കണം. എത്ര പേര് അതിന് തയ്യാറാ? അമ്മി, ഒന്നാമത്തേത് പറയുക, സമാധാനം അനുഭവിക്കാൻ വിളിച്ചിരിക്കുക. 2 അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചിരിക്കുക. നീ അനുഗ്രഹം അനുഭവിക്കട്ടെ. നിന്റെ സന്തതി അനുഗ്രഹം അനുഭവിക്കട്ടെ. ഒത്തിരി പേർക്ക് അനുഗ്രഹം കൊടുക്കുന്നവരാകട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ടോ ഒന്ന് അനുഗ്രഹം അനുഭവിക്കണോ? ഓ ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് കാത്തിരുന്ന ചില കാത്തിരിപ്പിന് ഉടനെ മറുപടിയുണ്ട്. ഞാൻ ചിലരോട് വീണ്ടും പറയാം, നിന്റെ പടകിൻ്റെ ശൂന്യത മാറുക മാത്രമല്ല, നീ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമാകുന്ന കൽപ്പിച്ച ദൈവം ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരെ ദൈവം ബ്ലസ് ചെയ്യുക, ചിലരെ ദൈവം അനുഗ്രഹിക്കുക. എത്ര പേർ വിശ്വസിക്കുന്ന കർത്താവേ, ഒരു അനുഗ്രഹം എൻ്റെ ശിരസിന്മേൽ വരണം, ഒരു അനുഗ്രഹം എൻ്റെ തലമുറ മേൽ വരണം, ഒരു അനുഗ്രഹം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വരണം. ഈ ദിവസങ്ങൾ അനുഗ്രഹം അനുഭവിച്ച് ഞാനിവിടെ നിന്നോളൂ ഒരു ദൂതൂടെ പറയുക. ആ ദൂത് ഇങ്ങനെ, ഒരിക്കലും അനുഗ്രഹം അനുഭവിക്കാൻ കഴിയാതെ നിന്റെ നന്മയോട് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ ഇന്ന് ജയിക്കണം. വീണ്ടും ഇന്നത്തെ ദൂത് മുഴുവൻ നിന്റെ നന്മകൾക്കൊരു വിടുതലുണ്ടെന്നാ. യേശു, നിന്റെ നന്മയുടെ തലത്തിനൊരു വിടുതലുണ്ട്. അത് ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യണം. സകല ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് വീണ്ടും നാം ആത്മാവിൽ കാണുക, മറച്ചിട്ടതെല്ലാം തമ്പുരാൻ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോവുക. നിങ്ങൾക്ക് അല്പനേരം ഒന്ന് പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു ദൂത് പറയുന്നു, മറഞ്ഞു കിടക്കുന്ന പല അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ നിന്റെ വിഷയത്തിൽ വെളിച്ചത്ത് വരും. നിന്റെ ശൂന്യതകൾ മാറും. നീ അനുഗ്രഹം അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. അത് ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യണം. ആ ഗതികേട് പൊട്ടണം. പെട്ടെന്ന് പറഞ്ഞു പോവാൻ 4 കാര്യങ്ങളുള്ളൂ. 3-ാമത്തെ കാര്യത്തിലോട്ട് നമുക്ക് പെട്ടെന്ന് വരാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്തോത്രം.
1 പത്രോസ് 1:15. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ആ. അനുസരണമുള്ള മക്കളായി ആ. എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ആമീൻ. അവിടെ എഴുതിയിരിക്കുക, വിശുദ്ധരായി ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അപ്പോൾ 1, സമാധാനം അനുഭവിച്ച് ജീവിക്കണം. 2, അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കണം. 3, വിശുദ്ധരായി ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? വിശുദ്ധരായിട്ട്. അശുദ്ധിയെല്ലാം ചാരമാകണം, എന്നിട്ട് വിശുദ്ധരായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എന്തിനാണെന്നറിയാമോ? നമ്മൾ വിശുദ്ധരായാൽ അടുത്തയാളെ കൂടെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയും. കാരണം എൻ്റെ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണ്. ഈ സ്വർഗത്തിൽ പോകാൻ ഈ വചനം മറക്കരുത്, യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നമ്മളിവിടെ എന്നാ നേടിയാലും സ്വർഗത്തിൽ പോയില്ലല്ലോ. ഇവിടെ മിണ്ടുന്നില്ല. ഈ സ്വർഗത്തെക്കുറിച്ച് ഭയങ്കര പഠിപ്പിക്കല. ഇപ്പം ചിലർ പഠിപ്പിക്കുന്ന കർത്താവ് വന്നിട്ട് പോയി, ഇപ്പം നമ്മൾ താമസിക്കുന്ന ഇതാണ് സ്വർഗമെന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. ഇവിടെ മിണ്ടുന്നില്ല. പക്ഷെ ഞാനൊരു ദൂത് നിങ്ങളോട് തുറന്നു പറയാം, എന്നെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും അറിയണം, കർത്താവ് വന്നിട്ടില്ല, ഉടനെ വരും. ഒരു മാറ്റവും ഇല്ല. എന്തിനാ? അവന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി. ഇടറിപ്പോകല്ലേ, നീ നിൽക്കുന്ന കൃപയെന്ന് തെന്നിപ്പോകല്ലേ. പത്രോസ് പറയാ, ഞാൻ ഇടറിപ്പോയി, നിങ്ങൾ ഇടറരുത്. 4-ാമത്തെ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. 1 Peter chapter 2 verse 9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗ്ഗവും. ദൈവം നിന്നെ വിളിച്ചത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ. ഈ നമ്മൾ നമ്മുടെ നല്ല ഗുണങ്ങൾ ഒത്തിരി പേരോട് പറയും, പക്ഷെ യേശുവിൻ്റെ നല്ല ഗുണങ്ങൾ പറയാറുണ്ടോ? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് എൻ്റെ യേശു വലിയ ദൈവമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അവൻ ആകർഷിക്കപ്പെടും. ഞാനൊരു വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു ആ വീട്ടുകാരുടെ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണുനീരിങ്ങനെ ഒഴുകുക. ഞാൻ ചോദിച്ചു, ബൈബിൾ വീട്ടിലില്ലയോ? ഉണ്ട്, പക്ഷെ വായിച്ചിട്ടുണ്ട്. പക്ഷെ യേശു ഇങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നേ. കണ്ടോ, യേശുവിനെ പ്രസന്റ് ചെയ്യുക. നീ ഒരു വീട്ടിൽ ചെന്ന് ആ വീട്ടിനോട് യേശുവിനെ കുറിച്ച് പറയണം. നിന്നെ വിളിച്ച സാക്ഷ്യങ്ങൾ പറയണം. എന്തിനാണെന്നറിയാം? നമ്മുടെ ലക്ഷ്യം സഭ നിറയ്ക്കുവല്ല, സ്വർഗം നിറയ്ക്കുക. സ്വർഗം നിറയ്ക്കണമേ, ജനത്തെ സഭയിലേക്ക് നിറക്കണം. കാരണം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ശരീരമാകുന്ന സഭ നിറയണം. ഇവിടെ ആത്മാക്കളെ കൊണ്ട് നിറയണം. നിത്യതയുടെ വെളിപ്പാട്. പ്രിയരെ, വിളിച്ചത് സമാധാനത്തിൽ ജീവിക്കാൻ, വിളിച്ചത് അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുവാൻ, വിളിച്ചത് വിശുദ്ധരായി ജീവിക്കാൻ, വിളിച്ചത് സൽഗുണങ്ങളെ. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം.